ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂൾസ് ആണ്. അതായത് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡോബ് ഫോട്ടോഷോപ്പ് പോലത്തെ ടൂൾസ് ഉപയോഗിക്കാൻ മടിയുള്ളവർക്കും താല്പര്യമില്ലാത്തവർക്കും ഈസി ആയിട്ട് ടെംപ്ലേറ്റ്സിൻ്റെ യൂസോട് കൂടി വെബ്സൈറ്റിൽ വെച്ച് തന്നെ ആപ്ലിക്കേഷനും വേണമെന്നില്ല, അതിൻ്റെ വെബ് പേജസ് തന്നെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യും. മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ലഭ്യമാണ്. അത് രണ്ട് ടൂൾസാണ് ഞാൻ ഇപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഗൂഗിൾ ക്രോമിൽ കയറുക. ഫസ്റ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് 𝗕𝗲𝘀𝗶.com. നിങ്ങൾക്ക് അറിയാവുന്നവരും കാണുകയും കൂടെ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. 𝗕𝗲𝘀𝗶. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ട്വിറ്ററിൽ, ലിങ്ക്ഡിൻ, അങ്ങനത്തെ യൂട്യൂബിൽ, അങ്ങനത്തെ എല്ലായിടത്തും ഉള്ള ടെംപ്ലേറ്റ്സിൻ്റെ സൈസ് സഹിതം ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാണ്. വ്യൂ ഡിസൈൻ ഉണ്ടോ, റെസ്യൂംസ് ഉണ്ടാക്കാം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ടെംപ്ലേറ്റ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റ്, അതിൻ്റെ സൈസ്, പിക്ചർ സൈസ് സഹിതമുണ്ട്. നമുക്ക് ജസ്റ്റ് ഇമേജസ് കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ അകത്ത് തന്നെ ധാരാളം എലിമെൻറ്റ്സ് നമുക്ക് ലഭ്യമാണ്. അത് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ഫ്രീ സ്റ്റോക്ക് ഇമേജസ് കിട്ടുന്ന സൈറ്റിൽ പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രീ സ്റ്റോക്ക് ഇമേജസ് കിട്ടുന്ന സൈറ്റ് ഏതൊക്കെയാണെന്ന് അടുത്ത വീഡിയോ ഞാൻ പറയുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇതിൻ്റെ ടെംപ്ലേറ്റ്, ലോഗോ ഉണ്ടാക്കണില്ല, അത് പോസ്റ്റേഴ്സ്, വീഡിയോ, എല്ലാത്തിനും ടെംപ്ലേറ്റ് ഇൻ്റെത്തുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറും. എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കസ്റ്റമൈസ് ചെയ്തെടുക്കാം നമ്മുടെ രീതിയിൽ. ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ടെംപ്ലേറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് എടുത്തിട്ടിട്ട് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ചേഞ്ച് കളറ്, സൈസ്, ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, സ്റ്റൈല്, എഫക്ട്സ് കൊടുക്കാം. അങ്ങനത്തെ അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഇമേജസ് വേണമെങ്കിൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റ്, സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് മാറ്റാം. എലിമെൻറ്റ്സ് ഉണ്ട്, കുറേ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓരോ ഇമേജസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എലിമെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈം വേർഷന് എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. അതുകൊണ്ട് പ്രോ വേർഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യുക. ഇതിപ്പോൾ ഫ്രീ ട്രയലാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിൻ്റെ ഫ്രീ ട്രയലും കിട്ടും. ബേസിക്സ് നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ നമുക്ക് അടുത്തൊരു ടൂളും കൂടി ഉണ്ട് ഇതുപോലെ തന്നെ. അതിൻ്റെ പേര് snappa, snappa, snappa.com. canva എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ സ്നാപ്പ അധികം ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. മേ ബി ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം, വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു ക്യാൻവയുടെക്കാളും നല്ല ടെംപ്ലേറ്റ്സ് ഇതിനകത്തുണ്ട്. പക്ഷെ ടൂൾസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ എളുപ്പം ക്യാൻവയാണ്. പക്ഷേ നല്ല ടെംപ്ലേറ്റ്സ്, ഡിഫറെൻറ്റ് കളറിലോട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടെംപ്ലേറ്റ്സ് ഉള്ളത് ഇതിനകത്താണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഓർക്കും അധികമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ബിഗിനേഴ്സിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉപയോഗിച്ചോ. ഇത് ബിഗിനേഴ്സ് ആണ്, അല്ല അധികം എഡിറ്റിംഗ് താല്പര്യമില്ല, അല്ലെങ്കിൽ മടിയാണ്, അല്ലെങ്കിൽ എഡിറ്റിംഗ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക്, എന്നാൽ അത്യാവശ്യം സ്വന്തം ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കോഴ്സസൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. മലയാളത്തിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞങ്ങൾ ട്യൂട്ടോറിയൽ തരുന്നതാണ്. സ്നാപ്പയുടെ ആണെങ്കിലും ക്യാൻവയുടെ ആണെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയാണ്. ഇതിനകത്തും ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് ലിങ്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, മറ്റേതിൻ്റെ അകത്തുള്ള പോലെ തന്നെ ക്യാൻവ അകത്തുള്ളത് പോലെ തന്നെ എല്ലാത്തിൻ്റെയും ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കണം. കോളേജ്, സ്കൂളിലൊക്കെ പ്രോഗ്രാംസ്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ടെംപ്ലേറ്റ് വേണ്ട സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് അല്ലെങ്കിൽ പാർട്ടിസിൻ്റെ പേര് അടിച്ചു കൊടുത്ത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ട്വിറ്റർ പോസ്റ്റ്, യൂട്യൂബ് തമ്പനെയിൽ എല്ലാവർക്കും ആവശ്യമുള്ളവരായിരിക്കും. ഇപ്പോൾ യൂട്യൂബ് തമ്പനെയിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോമാണ് സ്നാപ്പ. അടിപൊളിയാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. യൂട്യൂബ് തമ്പനെയിലൊക്കെ ആയിട്ട് നല്ലതാണ്. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അതിനുള്ളൊരു ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.
ഗ്രൂപ്പ് കവർ ഫോട്ടോ, ലിങ്ക്ഡിൻ പേജ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ട്വിച്ച് പാനൽ. ട്വിച്ചൊക്കെ യൂസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇപ്പം, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബിഗിനേഴ്സിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, അല്ലാത്തവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളൂ. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. നമുക്ക് അത് ഇനി അഥവാ ഇതൊന്നും അല്ല വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു പിക്സലാണ് വേണ്ടെങ്കിൽ വെടുത്തിട്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പിക്സൽ സൈസ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രീ ബ്ലാങ്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നമുക്ക് സ്റ്റോക്ക് ഇമേജസ് കൊണ്ടുവന്നിട്ടിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ വാട്സാപ്പ് ഫ്ലെയർ പോലത്തെ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ ഓരോ സൈസിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, എഫക്ട്സ്, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഷേപ്സ് അങ്ങനെ ഓരോന്ന് അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതിന് പേയ്മെൻറ്റ് കാണുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സ്നാപ്പായും ക്യാൻവയും യൂസ്ഫുൾ ആയിരിക്കും, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.